വോട്ടെടുപ്പ് അവസാന ഘട്ടത്തിലെത്തിയിട്ടും ഓരോ മണ്ഡലത്തിലും ബൂത്ത് തിരിച്ച് പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം എന്തുകൊണ്ടാവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാത്തത്? പ്രമുഖ അഡ്വക്കേറ്റായ കപിൽ സിബൽ പറയുന്നത് എണ്ണിയതും പോൾ ചെയ്തതുമായ വോട്ടുകളുടെ എണ്ണത്തിൽ പൊരുത്തക്കേടുണ്ടാകുമെന്നതാണ്. അങ്ങനെ വന്നാൽ BJPക്ക് അനുകൂലമായ വോട്ട് തിരിമറി നടത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത്. വോട്ട് യന്ത്രത്തിൽ കാണിച്ച വോട്ടിൽ സംശയമുണ്ടായാൽ അത് തീർക്കാനായി കോടികൾ മുടക്കി സ്ഥാപിച്ച VVPATകൾ എണ്ണാൻ ഒരുക്കമല്ലെന്ന് കമ്മീഷൻ നിലപാടെടുത്തിരുന്നു. ഇതോടെയാണ് എല്ലാ മണ്ഡലങ്ങളിലും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം വോട്ടെന്ത്രത്തിലെ കണക്കുമായി ഒത്തുനോക്കാനുള്ള 17C ഫോമിന്റെ വിവരം പുറത്തുവിടണമെന്ന ആവശ്യമുയർന്നത്. എന്നാൽ വിവിധ മണ്ഡലങ്ങളിൽ പ്രസ്തുത ഫോമിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം ആഴ്ചകളായിട്ടും വെളിപ്പെടുത്താത്ത കമ്മീഷന്റെ നടപടി വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാവാതെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വോട്ടിംഗ് കഴിഞ്ഞ് EVM പെട്ടിയിലാക്കി മുദ്രവെക്കുന്ന സമയത്ത് ഓരോ ബൂത്തിലും ആകെ ചെയ്ത വോട്ടുകൾ എത്രയെന്ന് എല്ലാ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാർ നോക്കി സാക്ഷ്യപ്പെടുത്തി ഒപ്പിട്ട് നൽകുന്ന ഫോമാണ് 17C. ഓരോ ബൂത്തിലുമുള്ള വോട്ടുകൾ ഈ ഫോമിൽ രേഖപ്പെടുത്തിയത് ക്രോഡീകരിച്ചാണ് പോളിംഗ് ശതമാനം കമ്മീഷൻ കണക്കാക്കുന്നത്. ഈ ഫോം എല്ലാവരെയും കൊണ്ട് ഒപ്പിട്ട് വാങ്ങിയ ശേഷമാണ് മുദ്രവെച്ച EVMകൾ പോലീസ് കാവലിൽ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത്. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന EVMകൾ വോട്ടെണ്ണുന്ന ദിവസമാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്ന് പെട്ടി പൊട്ടിച്ച് എണ്ണുമ്പോൾ പോളിംഗ് ദിനത്തിൽ ബൂത്ത് ഏജന്റുമാർക്ക് കൈമാറിയ 17C ഫോം ഇത് ഒത്തുനോക്കണം എന്നതാണ് വ്യവസ്ഥ. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ 17C ഫോമിന്റെ ഡേറ്റ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാത്തത്? അത് അവരുടെ മടിയാണോ അതോ പ്രശ്നമാണോ? ആദ്യ 4 ഘട്ടത്തിലെ പോളിംഗ് കണക്ക് തിരുത്തി കമ്മീഷൻ പുതിയ കണക്ക് പുറത്തുവിട്ടപ്പോൾ 1.07 കോടി വോട്ടുകളാണ് വർദ്ധിച്ചത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പുറത്തുവിട്ട കണക്കിലും കൂടുതൽ വോട്ടുകൾ എണ്ണിയപ്പോൾ കിട്ടിയത് വലിയ വിവാദമായിരുന്നു. എന്നാൽ ഇതിന് മറുപടി പറയാൻ കഴിയാതെ കുഴങ്ങിയ കമ്മീഷൻ ആദ്യ കണക്ക് വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്യുകയാണുണ്ടായത്. ഇത് സംശയത്തിനിടയാക്കി. പോളിംഗ് ശതമാന കണക്കുകൾ ഒത്തുനോക്കാൻ EVMകൾക്ക് പുറമെ VVPATകൾ കൂടി എണ്ണി ഒത്തുനോക്കണമെന്ന ആവശ്യം കമ്മീഷൻ അംഗീകരിച്ചിരുന്നില്ല. ഇതിനെതിരെ സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് തള്ളുകയും ചെയ്തു. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം ആഴ്ചകളായിട്ടും വെളിപ്പെടുത്താതെ കമ്മീഷൻ മറച്ചുവെച്ചിരിക്കുകയാണ്. ഓരോ ബൂത്തിലും 17C ഫോം ഏജന്റുമാർ ഒപ്പിട്ട് നൽകണമെന്ന നിബന്ധന പാലിക്കാൻ റിട്ടേണിംഗ് ഓഫീസർ തയ്യാറാകുന്നില്ല എന്ന പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ഒരു മണ്ഡലത്തിലെ എല്ലാ ഫോമുകളും ക്രോഡീകരിച്ചുള്ള മൊത്തം പോളിംഗ് കണക്ക് പുറത്തുവിടാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാതിരുന്നത്. ഇതോടെ റിസൾട്ട് അട്ടിമറിക്കാനുള്ള കമ്മീഷന്റെ ഒത്തുകളി ചോദ്യം ചെയ്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളും സ്ഥാനാർത്ഥികളും ജനങ്ങളും രംഗത്തെത്തി. വിഷയം സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ വിചിത്രമായ വാദമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളുടെയും വോട്ടർമാരുടെ എണ്ണം സംബന്ധിച്ച അന്തിമ ആധികാരിക ഡേറ്റ പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടാൻ നിയമപരമായ അവകാശമില്ലെന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയോട് EC സത്യവാങ്മൂലത്തിൽ അറിയിച്ചത്. തപാൽ ബാലറ്റുകളുടെ വോട്ടുകളും ഉള്ളതിനാൽ ഫോം 17C പുറത്തുവിടുന്നത് വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുമെന്നാണ് ECയുടെ വാദം. എന്നാൽ നിലവിലെ ആശയക്കുഴപ്പം നീക്കാനും തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പുവരുത്താനുമാണ് പോളിംഗ് ഡേറ്റ പുറത്തുവിടേണ്ടത് അനിവാര്യമാണ്. കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഈ കാര്യം കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, ആരെ സഹായിക്കാൻ എന്നത് മാത്രമേ ഇനി വ്യക്തമാകാനുള്ളൂ.